റിപ്പോർട്ടർ ബ്രേക്കിംഗ്. കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിൽ സാങ്കേതിക സർവകലാശാല സെർവറുകൾ സൂക്ഷിക്കുന്ന സോഫ്റ്റ്വെയർ കമ്പനിക്ക് 2 മാസമായി പണം നൽകിയിട്ടില്ല. മാസം 1 കോടി വീതമാണ് അടയ്ക്കേണ്ടത്. സർവീസ് ദാതാക്കളായ ആമസോൺ ക്ലൗഡിനും പണം നൽകിയില്ല. ഇന്റർനെറ്റ് സേവനം നൽകുന്ന BSNLനും കെ ഫോണിനും നൽകേണ്ട തുകയും കുടിശ്ശികയാണ്. ഇന്ധനത്തിന് പണമില്ലാത്തതിനാൽ സർവകലാശാല വാഹനങ്ങളും കട്ടപ്പുറത്തായി. ശമ്പളം കിട്ടാത്തതിനാൽ ജീവനക്കാരും ആശങ്കയിലാണ്. ഗോപാൽ ശിലാസനലും TV പ്രസാദും തത്സമയം ചേരുന്നുണ്ട്. ഗോപാൽ, ഗുഡ് മോർണിംഗ്. TV പ്രസാദ്, വെരി ഗുഡ് മോർണിംഗ്. എന്താണ് സാങ്കേതിക സർവകലാശാലയിൽ സംഭവിക്കുന്നത്? ചുരുക്കത്തിൽ സ്തംഭിച്ചു നിൽക്കുന്ന അവസ്ഥയാണോ സാങ്കേതിക സർവകലാശാലയിൽ? പലതും കാര്യങ്ങൾ നടക്കുന്നില്ല. ഏറ്റവും പ്രധാനപ്പെട്ടത് അവിടുത്തെ സോഫ്റ്റ്വെയർ കമ്പനിക്ക് കുടിശ്ശിക കൊടുത്തിട്ടില്ല. അങ്ങനെയാണെങ്കിൽ വിദ്യാർത്ഥികളുടെ അടക്കമുള്ള മറ്റെല്ലാ വിവരങ്ങളും ഇനി അപ്ഡേറ്റ് ചെയ്യാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാവും. അഡ്മിഷൻ പ്രൊസീജിയറും ബാക്കിയുള്ള എല്ലാ മാനേജ്മെന്റും നടക്കുന്നത് സോഫ്റ്റ്വെയറിലൂടെയാണ്. വാഹനത്തിന് ഇന്ധനം അടിക്കാൻ പോലും പൈസയില്ല എന്നാണോ പറയുന്നത്? സാങ്കേതിക സർവകലാശാലയ്ക്ക് എന്താ സംഭവിച്ചിരിക്കുന്നത്? ബ്രേക്ക് ഡൗൺ ആവോ ഇങ്ങനെ പോയാൽ? ഗോപാൽ. അതെ അരുൺ, സാങ്കേതിക സർവകലാശാലയിൽ വിരലിലെണ്ണി പറയാൻ കഴിയുന്നതിനേക്കാൾ കൂടുതൽ പ്രശ്നങ്ങൾ നിലനിൽക്കുന്നു എന്നതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വൈസ് ചാൻസലറും സിൻഡിക്കേറ്റും തമ്മിലുള്ള പോരിൽ കുടുങ്ങി സർവകലാശാല പൂർണ്ണമായും സ്തംഭിച്ചിരിക്കുന്നു. ഇത് ആദ്യം ആ പ്രശ്നമുണ്ടാകുന്നത് സർവകലാശാലയിലെ പെൻഷൻ മുടങ്ങിക്കൊണ്ടാണ്. പിന്നാലെ ഈ മാസത്തെ ശമ്പളം ഈ ദിവസം വരെയും വന്നിട്ടില്ല. അത് എന്ന് നൽകാൻ കഴിയുമെന്ന് ഇതുവരെയും ഒരു വ്യക്തത വന്നിട്ടുമില്ല. ഇന്നലെ ഫിനാൻസ് കമ്മിറ്റി യോഗം ചേർന്നിരുന്നു. ആ യോഗവും ക്വാറം തികയാതെ പിരിയുകയായിരുന്നു. ഇതോടുകൂടി തന്നെ ശമ്പളത്തിൻ്റെ കാര്യം ഏറെക്കുറെ തദൈവയായിട്ടിരിക്കുകയാണ്. ഇനി 13-ാം തീയതി ഒരു സ്പെഷ്യൽ സിൻഡിക്കേറ്റ് യോഗം വിളിക്കാൻ ഇപ്പോൾ VC ആലോചിക്കുന്നുണ്ട്. അതിലും ഈ ഇടതംഗങ്ങൾ പങ്കെടുക്കുമോ എന്നതാണ് കണ്ടറിയേണ്ടതായിട്ടുള്ളത്. ഇപ്പോൾ നിലവിൽ സർവകലാശാല നേരിടുന്ന പ്രതിസന്ധി ആദ്യത്തേത് സർവകലാശാല പൂർണ്ണമായും ഓൺലൈനിൽ, ഈ സർവകലാശാലകൾ ഡിജിറ്റൽ സർവകലാശാലയും സാങ്കേതിക സർവകലാശാലയിലും മാത്രമാണ് പൂർണ്ണമായും ടെക്നിക്കൽ സൈഡ്, അതായത് സാങ്കേതികമായി പ്രവർത്തിക്കുന്ന സംവിധാനങ്ങളുള്ളത്. ഓഫ്ലൈനായിട്ടുള്ള യാതൊരു പ്രവർത്തനങ്ങളും അവിടെയില്ല. അവിടെ ഈ വിദ്യാർത്ഥികളുടെ എല്ലാ വെബ്സൈറ്റ് പ്രവർത്തനം അടക്കം മുന്നോട്ട് കൊണ്ടുപോകുന്ന സ്വകാര്യ സോഫ്റ്റ്വെയർ കമ്പനിയുടെ സെർവർ, ആ സെർവറിന് ഒരു മാസം 1 കോടി രൂപ വീതമാണ് അടയ്ക്കേണ്ടതായിട്ടുള്ളത്. ആ 2 മാസത്തെ കുടിശ്ശിക, അതായത് 2 കോടി രൂപ കുടിശ്ശികയായി കിടക്കുകയാണ്. ഈ ബജറ്റ് അവതരിപ്പിക്കാത്തത് മൂലം അവർ പ്രവർത്തനം അവസാനിപ്പിച്ചാൽ, അവർ സേവനം നിർത്തിക്കഴിഞ്ഞാൽ കേരളത്തിലെ BTech MTech പഠനങ്ങൾ പൂർണ്ണമായും നിലയ്ക്കും. വിദ്യാർത്ഥികൾ പെരുവഴിയിലാകുന്ന സ്ഥിതി ഉണ്ടാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ടതില്ല. അതോടൊപ്പം തന്നെ വിദ്യാർത്ഥികളുടെ രേഖകൾ, അതായത് വിവരങ്ങളും വ്യക്തി വിവരങ്ങളും രേഖകളും സൂക്ഷിക്കുന്ന ആമസോണിൻ്റെ ഒരു ക്ലൗഡ് സോഫ്റ്റ്വെയറിലാണ്. അതിൻ്റെ കുടിശ്ശികയും 2 മാസമായി അടച്ചിട്ടില്ല. മറ്റൊന്ന്, ഇന്റർനെറ്റ് സംവിധാനം വെച്ചാണ് ഇത് പൂർണ്ണമായും മുന്നോട്ട് പോകുന്നത്. സാങ്കേതിക സർവകലാശാലയിൽ ഇന്റർനെറ്റ് പ്രൊവൈഡ് ചെയ്യുന്ന BSNL, ഏഷ്യാനെറ്റ്, കെ ഫോൺ തുടങ്ങിയ സ്വകാര്യ സർക്കാർ സംവിധാനങ്ങൾക്കും കഴിഞ്ഞ 3 മാസമായി പണം അടച്ചിട്ടില്ല. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്യണമല്ലോ. ആ സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്യുന്നതിന് വേണ്ടിയുള്ള എല്ലാ പ്രവർത്തനങ്ങളും അവതാളത്തിലായിരിക്കുന്നു. വാഹനങ്ങൾ കട്ടപ്പുറത്താണ്, അതായത് ഡീസൽ അടിക്കാൻ കാശില്ലാത്തതിനാൽ സർവകലാശാലയുടെ ചെറിയ കാറുകൾ മുതൽ വലിയ ബസ്സുകൾ വരെയുള്ളവ ഒതുക്കിയിട്ടിരിക്കുകയാണ്. ഇവയുടെ ഇൻഷുറൻസ് ഇതുവരെയും പുതുക്കിയിട്ടില്ല. അതുകൊണ്ട് പെട്രോളും ഡീസലും അടിച്ചാൽ പോലും തെരുവിലിറക്കാൻ പറ്റില്ല, കാരണം ഇൻഷുറൻസ് അടച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ വാഹനങ്ങൾ നിരനിരയായി സർവകലാശാലയ്ക്കുള്ളിൽ ഇങ്ങനെ നിരത്തി ഒതുക്കിയിട്ടിരിക്കുകയാണ്. പരീക്ഷാ കൺട്രോളറും VCയും അടക്കമുള്ളവർ സ്വന്തം വാഹനങ്ങളിലും ഓട്ടോ വിളിച്ചും യൂബർ ബുക്ക് ചെയ്തുമൊക്കെയാണ് ഇപ്പോൾ സർവകലാശാലയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. വിദ്യാർത്ഥികളുടെ സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്യുന്നത് തപാൽ വകുപ്പ് വഴിയാണ്. സാങ്കേതിക സർവകലാശാലയിലാണ് ഈ സാമ്പത്തികമുള്ളത്. നമുക്കൊപ്പം TV പ്രസാദ് കൂടിയുണ്ട്. ഗോപാൽ തുടരണം. TV പ്രസാദ്, എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? സാമ്പത്തികമായ അവസ്ഥ കൊണ്ടല്ലല്ലോ ഇത് സംഭവിക്കുന്നത്. അവിടുത്തെ ഭരണപരമായിട്ടുള്ള ഒരു അനാസ്ഥ കൊണ്ടാണ് അവിടെ സംഭവിക്കുന്നത് എന്നാണോ നമ്മൾ മനസ്സിലാക്കേണ്ടത്? TV പ്രസാദ്, അവിടെ ജീവനക്കാർക്ക് ശമ്പളം പോലും കിട്ടിയിട്ടില്ലെന്ന് കൂടി അറിയുന്നു. എന്താണ് അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് സാങ്കേതിക സർവകലാശാലയിൽ? പ്രസാദ്. അരുൺ, ഗുരുതരമായ പ്രതിസന്ധി തന്നെയാണ്. അരുൺ പറഞ്ഞതുപോലെ രാഷ്ട്രീയ തമ്മിൽ തല്ലാണ് നമ്മുടെ സാങ്കേതിക സർവകലാശാലയുടെ നാശത്തിലേക്ക് നയിക്കുന്നത് എന്നുള്ളതാണ്. ഗവർണറുടെ നിർദ്ദേശപ്രകാരം അവിടെ നിയമിതനായ താൽക്കാലിക VC, അതോടൊപ്പം തന്നെ സംസ്ഥാന സർക്കാരിന് ഭൂരിപക്ഷമുള്ള സിൻഡിക്കേറ്റ്, ഇവർ രണ്ടുപേരും ഒരിക്കലും ചേരാത്ത നിലയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. അങ്ങനെ മുന്നോട്ട് പോകുന്നതിനിടയിലാണ് ഈ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നത്. അതായത് ഇത്തരം കാര്യങ്ങളൊന്നും സാധാരണ പൊതുജനങ്ങൾക്കോ അതല്ലെങ്കിൽ അവിടെ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കോ ഒന്നും ബാധകമാകുന്ന രീതിയിൽ ഒന്നും വരാറില്ല. കാരണം ഇത്തരം കാര്യങ്ങൾ ഓഫീസ് സംബന്ധമായ
കാര്യങ്ങളാണ്. അവരുടെ ബഡ്ജറ്റ് പാസ്സാക്കുക, അതിൻ്റെ നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോവുക, അതെല്ലാം കൃത്യമാകുന്നത് കൊണ്ട് തന്നെയാണ് നമ്മുടെ സിസ്റ്റം കൃത്യമായി നടന്നു പോവുകയും ചെയ്യുന്നത്. അതിന് പിന്നിൽ വലിയൊരു ഓഫീസ് പണികളെല്ലാം ഉണ്ട്. ആ ഓഫീസ് പണികൾ പൂർണ്ണമായി സ്തംഭിക്കുന്ന നിലയിലേക്ക് ഈ രാഷ്ട്രീയ തമ്മിൽ തല്ല് മാറുന്നു എന്നുള്ളതാണ് അരുൺ. ഗവർണറുടെ തീരുമാനം സർക്കാരിന്റെ ഭാഗമായ സിൻഡിക്കേറ്റ് അംഗീകരിക്കുന്നില്ല. സിൻഡിക്കേറ്റിന്റെ തീരുമാനങ്ങൾ അവിടെ താൽക്കാലിക ചുമതലയേറ്റ VC അംഗീകരിക്കുന്നില്ല. രണ്ടുപേരും ഒരിക്കലും ഒരു തീരുമാനത്തിലേക്കും എത്തുന്നില്ല. അങ്ങനെയെങ്കിൽ കാണാം എന്ന നിലപാടിലേക്ക് ഇരു വിഭാഗവും ഉറച്ചു നിൽക്കുന്ന കാഴ്ചയാണ് അവിടെ കാണുന്നത്. ഇപ്പോൾ ഗോപാൽ പറഞ്ഞതുപോലെ നമ്മുടെ സാങ്കേതിക സർവകലാശാലയിലെ ഇന്റർനെറ്റ് സംവിധാനം അവതാളത്തിലാകാൻ പോകുന്നു എന്നതാണ്. ഇപ്പോഴും രാഷ്ട്രീയ മത്സരമാണ് അവിടെ നടക്കുന്നത്. കുട്ടികളുടെ സർട്ടിഫിക്കറ്റ് കിട്ടുന്നില്ല, അവിടെ വാഹനങ്ങൾക്ക് പണമടക്കാൻ പൈസയില്ല, എന്തിന് ഒരു പേപ്പർ വാങ്ങാൻ പോലും പണമില്ലാത്ത നിലയിലേക്ക് കാര്യങ്ങൾ മാറുന്നു എന്നതാണ് അരുൺ. ഇത് ഗൗരവമായ ഒരു ചിത്രമാണ്. കേരളത്തിന്റെ ഉന്നത വിദ്യാഭ്യാസ മേഖല, സംസ്ഥാനത്തെ സാങ്കേതിക സർവകലാശാല, അവിടെ എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ ഭാവി വെച്ച് പന്താടുകയാണ് എന്നുള്ളതാണ്. സംസ്ഥാനത്തിന്റെ വിദ്യാഭ്യാസ രംഗത്ത് സമീപകാലത്ത് ഇല്ലാത്ത പ്രതിസന്ധിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നതിന്റെ ഏറ്റവും പ്രകടമായ ഉദാഹരണമായി സാങ്കേതിക സർവകലാശാല മാറുന്നു എന്നതാണ് അരുൺ. അതായത് ഒരർത്ഥത്തിൽ TV പ്രസാദ്, ഇവിടെയും ഈ സിസ്റ്റം അപകടത്തിലാണ് സാർ എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും അല്ലേ TV പ്രസാദ്? ഉറപ്പായും അരുൺ, അതുതന്നെയാണ്. അതായത് ഈ സാങ്കേതിക സർവകലാശാലയിൽ കാര്യങ്ങൾ മോശമായി തുടങ്ങിയെന്ന് അറിയാത്തവരല്ല നമ്മുടെ സംസ്ഥാനം ഭരിക്കുന്നവരും അതല്ലെങ്കിൽ രാജ്ഭവനിൽ ഇരിക്കുന്നവരും. പക്ഷെ മുടങ്ങിക്കോട്ടെ, തങ്ങളുടെ രാഷ്ട്രീയ ആശയം അത് വിജയിക്കുന്നത് വരെയുള്ള യുദ്ധം പരസ്പരം തുടരും എന്ന മനോഭാവമാണ് ഇരു കൂട്ടരും മുന്നോട്ട് വയ്ക്കുന്നത്. അവർ വിട്ടുവീഴ്ചക്ക് തയ്യാറല്ല. അവർക്ക് കുട്ടികളുടെ ഭാവി പ്രശ്നമല്ല, അവിടെ സാങ്കേതിക സർവകലാശാല കുളമാകുന്നത് അവർക്ക് പ്രശ്നമല്ല. ഒരുപാട് കാലങ്ങളായി കേരളത്തിൽ ഉയർത്തിയെടുത്ത നമ്മുടെ വിദ്യാഭ്യാസ പാരമ്പര്യത്തെയും നമ്മുടെ മേന്മയെയും നമ്മുടെ ക്വാളിറ്റിയെയുമാണ് അരുൺ ഈ രാഷ്ട്രീയ തമ്മിൽ തല്ലിൽ ഇല്ലാതാകുന്നത്. നേരത്തെ നമ്മൾ കേരള സർവകലാശാലയിൽ കണ്ടു, മറ്റ് സർവകലാശാലകളിൽ നമ്മൾ കാണുന്നു. ഒടുവിൽ ഇതാ സാങ്കേതിക സർവകലാശാലയിലെ ദൈനംദിന കാര്യങ്ങൾ പോലും നടപ്പിലാക്കാൻ പറ്റാത്ത നിലയിലേക്ക് കാര്യങ്ങൾ മാറുന്നു എന്നുള്ളത് അത്യന്തം ഗൗരവമാണ്. അടിയന്തര പരിഹാരം വേണ്ടതാണ് അരുൺ. ഓക്കെ, TV പ്രസാദ്, ഒന്നുകൂടി എനിക്കൊരു ഗോപാലിലേക്ക് ഒന്ന് പോകണം. ഗോപാൽ, ഇന്നിപ്പോൾ SFI എവിടെയൊക്കെ മാർച്ച് നടത്തുന്നുണ്ട്. ഈ ജനകീയ വിഷയങ്ങളും ഈ സർവകലാശാലയുടെ സാമ്പത്തിക പ്രതിസന്ധിയും വിദ്യാർത്ഥികൾക്കുള്ള ബുദ്ധിമുട്ടും ഒക്കെ ചൂണ്ടിക്കാണിച്ചാണോ ഈ പറയുന്ന SFI ഇന്ന് മാർച്ച് നടത്താൻ പോകുന്നത് സാങ്കേതിക സർവകലാശാലയിലേക്ക്? സോഫ്റ്റ്വെയറിന്റെ പണം അടച്ചിട്ടില്ല, വാഹനങ്ങൾ ഓടുന്നില്ല, പേപ്പർ വാങ്ങാൻ പോലും പണമില്ല, കാര്യങ്ങൾ പോലും അവതാളത്തിലാവുന്നു. ഇക്കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയാണോ SFIയുടെ മാർച്ച് നടക്കാൻ പോകുന്നത്? ഗോപാൽ, അരുൺ, പൂർണ്ണമായും ആ കാര്യങ്ങൾ സൂചിപ്പിച്ചാണ് ആ മാർച്ച് എന്ന് നമുക്ക് പറയാൻ സാധിക്കുകയില്ല. കാരണം ഇയർ ബാഗ് സംവിധാനവുമായി ബന്ധപ്പെട്ട് വലിയ പ്രശ്നം നിലനിന്നിരുന്നു നേരത്തെ. ആ പ്രശ്നം ഒരു വർഷത്തേക്ക് താൽക്കാലികമായി എടുത്തു മാറ്റിയിട്ടുണ്ട്. വിദ്യാർത്ഥികൾക്ക് അതിൻ്റെ പരിഹാരം ഉണ്ടാകുമെന്ന് സർവകലാശാല അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ ഇയർ ബാഗ് സംവിധാനം പൂർണ്ണമായും ഒഴിവാക്കണം. സ്ഥിരം VC നിയമനം വേഗത്തിൽ നടപ്പിലാക്കണം. വേണമെങ്കിൽ ഈ സ്ഥിരം VC നിയമനം എന്ന ആവശ്യം ഇതുമായി കണക്ട് ചെയ്ത് വേണമെങ്കിൽ നമുക്ക് പറയാം. പക്ഷേ ഈ വിഷയങ്ങളൊന്നും തന്നെ SFIയുടെ പ്രകടമായ മുദ്രാവാക്യമായി ഈ സമയത്ത് മുന്നോട്ട് വെക്കുന്നില്ല. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി സൂചിപ്പിക്കാനുണ്ട് അരുൺ. ഈ തപാൽ വകുപ്പിലേക്ക്, പോസ്റ്റ് ഓഫീസിലേക്ക് ജീവനക്കാർ സ്വന്തം ബൈക്കുകളിലും ഓട്ടോ വിളിച്ചും ആരുടെയെങ്കിലും വണ്ടിക്ക് കൈ കാണിച്ചുമൊക്കെയാണ് സർട്ടിഫിക്കറ്റുകൾ കുട്ടികളുടെ കയ്യിലേക്ക് എത്തിക്കുവാൻ വേണ്ടി ശ്രമിക്കുന്നത്. പലർക്കും ക്യാമ്പസ് ഇന്റർവ്യൂകൾ നടക്കുന്ന കാലമാണ്, പലർക്കും വിദേശ രാജ്യങ്ങളിലേക്ക് പഠിക്കാൻ പോകേണ്ട കാലമാണ്. ആ കാലഘട്ടത്തിൽ ഇവരുടെ ഫലപ്രഖ്യാപനം നടക്കുന്നില്ല, ഇവരുടെ സർട്ടിഫിക്കറ്റുകൾ കൃത്യസമയത്ത് കിട്ടുന്നില്ല. ഓരോ കുട്ടികളും തങ്ങൾക്ക് ലഭിച്ച ജോലി നഷ്ടമാകുമെന്ന ആശങ്കയിൽ മുന്നോട്ട് പോവുകയാണ്. ശരി, തീർച്ചയായിട്ടും അത് എത്രയും പെട്ടെന്ന് പരിഹരിക്കേണ്ടതാണ്. ഇതിങ്ങനെ മുന്നോട്ട് പോയി ഈ സർവകലാശാലയുടെ അവസ്ഥ എന്താവും? ഗവർണർ ചാൻസലർ ആ വൃത്തിയായിട്ടൊക്കെ പെരുമാറിയിരുന്നെങ്കിൽ ആ ഘട്ടത്തിൽ ഈ സർവകലാശാലയ്ക്കൊന്നും കുഴപ്പം വരില്ലായിരുന്നു എന്നുള്ളത് നേരാണ്. പക്ഷേ ഇതിങ്ങനെ ഈ തർക്കം ഇങ്ങനെ പോയാൽ സർവകലാശാലയുടെ ഗതി എന്താവും? അധോഗതിയാവില്ലേ? അപ്പോൾ പ്രിയപ്പെട്ടവരെ, കളിച്ച് നിങ്ങൾ ഈ സർവകലാശാലയെ ഇല്ലാതാക്കരുത് എന്ന് മാത്രമേ നമുക്ക് പറയാനുള്ളൂ.